ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാं പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്यांश्च ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് തൊടുപുഴ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നതായ നവമി സത്സംഗം എന്ന ഈ ഒരു സത്സംഗ വേദിയിൽ ഗുരുനാഥന്റെ ആജ്ഞ അനുസരിച്ച് ഒരു വിഷയത്തെ അധികരിച്ച് ഏതാനും വാക്കുകൾ, ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൈവന്നതിൽ അതീവ ധന്യനാണ്. തീർച്ചയായിട്ടും സത്സംഗമാണ് ഈ കാലത്തിന് ഏറ്റവും യോജിച്ചതായ ഒരു രക്ഷോമാർഗം എന്നുള്ളതാണ് ഗുരുനാഥന്മാർ, ആചാര്യന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യമില്ല, കാലം നോക്കേണ്ട ആവശ്യമില്ല, ദേശം നോക്കേണ്ട ആവശ്യമില്ല, എത്ര ആളുകളുണ്ട് എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഒരാളുമായിട്ടാണ്, സജ്ജനവുമായിട്ടാണ് സംഘം എന്നുണ്ടെങ്കിലും അതും മഹത്തായ സത്സംഗം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും സജ്ജനങ്ങളുമായിട്ട് ഈ ഒരു സന്ധ്യ കഴിഞ്ഞ വേളയിൽ ഒരുമിച്ചിരുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് വിചാരം ചെയ്യാൻ കിട്ടിയ ഈ ഒരു അവസരത്തിന്, തന്ന ഈ ഒരു അവസരത്തിന് ആദ്യം തന്നെ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കാൻ, ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം കവിതയും ദർശനവും എന്നുള്ളൊരു വിഷയമാണ്. അപ്പൊ ഇതിന്റെ സംഘാടകരാദ്യം അന്വേഷിച്ചപ്പോൾ തന്നെ എന്താ വിഷയം എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിഷയം എന്നുള്ളതില്ല, ഏത് വിഷയവും നമുക്കിവിടെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അതിന് സജ്ജരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഏത് വിഷയമായി കഴിഞ്ഞാലും എളുപ്പമുള്ള വിഷയം, പലപ്പോഴും ചിലപ്പോൾ ചിലർ പറയാറുണ്ട് പറയാൻ എളുപ്പമുള്ള വിഷയം ഏതാണോ അത് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നെ സംബന്ധിച്ച് ഒരു വിഷയവും എളുപ്പമല്ല, എല്ലാ വിഷയവും വിഷമം പിടിച്ചു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അത്തരത്തിൽ വിഷമം പിടിച്ച ഒരു വിഷയങ്ങളിൽ പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ഒരു സത്സംഗത്തിന് ഇവിടെ നൽകിയിട്ടുള്ളത്. ശീർഷകം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കവിതയും ദർശനവും. ഈ വിഷയം വാസ്തവത്തിൽ ഈ അധ്യാപന ജീവിതം ആരംഭിച്ചത് മുതൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ പലതരത്തിൽ വിദ്യാർത്ഥികളോട് പല സന്ദർഭങ്ങളിലായിട്ട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ രണ്ട് വാക്കുകളും, കവിത എന്നുള്ള വാക്കും ദർശനം എന്നുള്ള വാക്കും, ഈ രണ്ട് വാക്കും ഇന്നത്തെ ചെറുപ്പത്തിനോ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോ ആകർഷകമായിട്ടുള്ള വാക്കുകളല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശീർഷകം കേട്ടാൽ നമുക്കിന്ന് ഇത്തിരി കവിത പഠിച്ചാലോ, അല്ലെങ്കിൽ കവിതയെ പറ്റി സംസാരിച്ചാലോ, അല്ലെങ്കിൽ ദർശനം ഒരിത്തിരി പഠിച്ചാലോ, എന്താണ് ദർശനം എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ താല്പര്യപ്പെടാറില്ല ആരും. പിന്നെ പറഞ്ഞു കൊടുക്കാൻ ഒട്ടൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ ചില മുഖങ്ങളിലൊക്കെ ഒരു താല്പര്യം കാണാറുണ്ട്, സാഹൂതം കേട്ടിരിക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതെല്ലാം ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ്സിന്റെ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആ താല്പര്യമൊക്കെ അത് തന്നെ അങ്ങനെ തന്നെ അങ്ങ് പോകും. പൊതുവൊരു പുട്ടുണ്ടാക്കുന്ന ഉദാഹരണമാണ് പൊതുവെ ഇന്നത്തെ ഒരു രീതിയിൽ പറയാറുള്ളത്. ഈ പുട്ടുണ്ടാക്കണത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് വെള്ളം പാത്രത്തിൽ പുട്ടുകുറ്റിയിലായിട്ട് അടുപ്പത്ത് വയ്ക്കും, ചില്ലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അരിപ്പൊടി നിറക്കി അടച്ചു വയ്ക്കുകയാണല്ലോ പതിവ്. ഇതുപോലെയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നൊരു പുട്ടുകുടം പോലെയാണ്. അപ്പൊ ആ പുട്ടുകുടത്തില് അത്യാവശ്യം കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലിട്ടിട്ടാണ് ഈ അരിപ്പൊടി നടക്കുക എന്ന് പറയുക.
താല്പര്യം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ചില്ലൊന്നും ഉണ്ടാവില്ല, ഇടുന്നതൊക്കെ അപ്പാടെ വെള്ളത്തിലോട്ട് പോവാണ് മതി, പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ചില്ലിട്ടിട്ട് കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞു എന്നിരിക്കുക. ഈ കുട്ടിയുടെ മടുപ്പത്തു നിന്ന് മാറ്റി കഴിഞ്ഞാൽ അത് തള്ളി പുറത്തെടുക്കുന്ന പോലെയാണ്. ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം തള്ളി വെളിയിൽ പോകും. പിന്നെ എന്താ പറഞ്ഞത്, ഏതാ പറഞ്ഞത്, ഇതൊന്നും മനസ്സിലുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിൽ കുറച്ച് സമയമെങ്കിലും ഇതൊന്ന് കേൾക്കാനും മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഒക്കെ കോണിൽ ഈ പറഞ്ഞതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലാഞ്ചന ഉണ്ടാവുകയും ചെയ്യുമെന്നുണ്ടെങ്കിൽ അനുകൂലമായ കാലവും അനുകൂലമായ ദേശവും വരുമ്പോൾ അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാനും വളർത്താനും ഉപകരിക്കും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണൊക്കെ പറഞ്ഞു പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് വാക്ക്, കവിതയും ദർശനവും. ആദ്യമേ പറയേണ്ടത് ഈ ശീർഷകം തെറ്റാണ്. കവിതയും ഞാൻ നിർദ്ദേശിച്ചതാണ് കേട്ടോ, ഇവിടെ വേറെ ആരും പറഞ്ഞതല്ല, എങ്കിലും പറയണം. ഈ ശീർഷകം വാസ്തവത്തിൽ തെറ്റാണ്. കവിതയും ദർശനവും എന്ന് ഇതിനെ രണ്ടിനെയും രണ്ടാക്കി പറയാൻ പറ്റില്ല. കവിത തന്നെയാണ് ദർശനം, അല്ലെങ്കിൽ ദർശനം തന്നെയാണ് കവിത. പൊതുവെ കവിത എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. കവിത എന്നുള്ള വാക്ക് പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത്തിരി അതിപരിചയം ഉണ്ടോ എന്നുള്ളതാണ് സംശയം. കാരണം പൊതുവെ കവിത എന്നാൽ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്, എന്താ ഈ കവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചു നേരമൊക്കെ പലരും ആലോചിച്ചിരിക്കും, എന്നിട്ട് പല ഉത്തരങ്ങൾ പറയും. കവിതയെ ഒന്ന് നിർവചിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർവചനങ്ങളൊക്കെ അനേകം നിർവചനങ്ങളുണ്ട്. കാവ്യമീമാംസകന്മാരുടെയും വലിയ വലിയ കവികളുടെയും നിരൂപകന്മാരുടെയും ഒക്കെ നിർവചനങ്ങൾ ധാരാളമുണ്ട് എന്താണ് കവിത എന്നുള്ളതിനെ പറ്റി. പക്ഷെ നമ്മൾ നിർവചനമൊക്കെ വിടുക. മറ്റുള്ളവർ പറയുന്നത് അതേപോലെ തത്ത പറയുന്നത് പോലെ ഏറ്റു പറയാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ടൊന്ന് നിർവചിച്ചു നോക്കുക, ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കുക. ഏതൊരു വസ്തുവും പഠിച്ചു എന്ന് പറയാറാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയാറാകണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ നിർവചിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു വിഷയത്തെ നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പഠിച്ചെന്നോ മനസ്സിലാക്കിയെന്നോ പറയാൻ പറ്റില്ല. ഇപ്പൊ ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ കിട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിർവചനമാണ്, ലക്ഷണമാണ്. ഒരു വസ്തു കാണുന്നു, ആ വസ്തുവിന്റെ ലക്ഷണം പറയുന്നു. പിന്നെ ആ ലക്ഷണം ശരിയോ തെറ്റോ എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വലിയ 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 വാദങ്ങളൊക്കെ, പണ്ഡിതോചിതങ്ങളായിട്ടുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാം പോട്ടെ. കവിത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർവചിക്കാമോ എന്ന് ചോദിച്ചാൽ പലതരം നിർവചനങ്ങൾ വരും. ചിലപ്പോൾ നിർവചനം ഒന്നും വന്നില്ല എന്നും വരും. കാരണം പരിചയിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട്, കേൾവി പരിചയമുണ്ട്, ആളെ പരിചയമില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഈ കവിത, ഇപ്പൊ വേർഡ്സ്വർത്ത് ഒക്കെ പറയുന്ന പോലെ ഒരു ഉള്ളിലുള്ള വികാരങ്ങളുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഔട്ട് പോറിംഗ് ആണ്. ഉള്ളിലുള്ള വികാരങ്ങളുടെ ആകസ്മികമായിട്ടുള്ള ഒരു ഒരു പുറത്തേക്കുള്ള ഒഴുക്കാണ് കവിത എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അത്തരമൊരു അനുഭവങ്ങളിൽ കൂടിയിട്ടൊന്നും ഒരു പക്ഷെ കടന്നു പോയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് കവിത എന്നുള്ള വാക്ക് അത്ര നമുക്ക് പരിചിതമാണെങ്കിൽ പോലും നമുക്കതിനെ നിർവചിക്കാൻ വളരെ വിഷമമാണ്. കവിത കേട്ടിട്ടുണ്ട്, കവിത വായിച്ചിട്ടുണ്ട്, കവിത ചൊല്ലാറുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ നിർവചിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ദർശനത്തെ നിർവചിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടാവും, അത് സംശയമൊന്നുമില്ല. കാരണം കവിത പോലെ പരിചയപ്പെട്ടിട്ടുള്ള ഒന്നാവില്ല ദർശനം. ഒന്ന് വാക്ക് പരിചയമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കവിത വായിച്ചു പരിചയമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് പരിചയമില്ല. ദർശനം എന്നുള്ള വാക്ക് തന്നെ ഒരുപക്ഷെ പലർക്കും പരിചയം ഉണ്ടാവില്ല. ഇനി പരിചയം ഉണ്ടാവുമെങ്കിൽ തന്നെയും എന്താണ് സംഭവം എന്നുള്ളതിനെ പറ്റിയിട്ട് നിർവചിക്കാൻ വളരെ ക്ലിഷ്ടവും. ഈ ഒരു സമാനമായ സ്വഭാവം ഈ കവിതയ്ക്കും ദർശനത്തിനും ഉള്ളതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും നമുക്ക് രണ്ടാക്കി പറയാൻ പറ്റില്ല, മറിച്ച് ഒന്നായിട്ട് മാത്രമേ പറയാൻ സാധിക്കൂ എന്നുള്ളത് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഈ കവിതയും ദർശനവും രണ്ട് വാക്കുകൾ കൊടുത്തിട്ട് ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണെന്നാണ് പറഞ്ഞു വരുന്നത്. സംസ്കൃതത്തിൽ പറയും ന അനർഷി കവിരിത്യുക്ത,
ഋഷിശ്ച കില ദർശനാത് എന്ന് പറയും. ഋഷി അല്ലാത്തവനെ കവിയാണ് എന്ന് പറയാൻ പറ്റില്ല. കവി അല്ലാത്തവനെ ഋഷിയാണ് എന്നും പറയാൻ പറ്റില്ല. ആരാ അപ്പൊ ഈ ഋഷി? കേട്ടുപരിചയമുണ്ടല്ലോ വാക്ക്, ഋഷി എന്നുള്ള വാക്ക് കേട്ടുപരിചയമുണ്ട്. അപ്പൊ ആരാ ഋഷി? ഋഷിശ്ച കില ദർശനാത് എന്ന് പറയും. ദർശനം ഉള്ളവനെയാണ് ഋഷി എന്ന് പറയുക. അപ്പൊ എന്താ ദർശനം? അപ്പൊ നമുക്കൊരു കാര്യം ബോധ്യമായി. ഋഷിയല്ലാത്തവൻ കവിയല്ല, കവിയല്ലാത്തവൻ ഋഷിയുമല്ല. അപ്പൊ ഋഷിത്വവും കവിത്വവും രണ്ടും ഒന്നാണ്. അപ്പൊ എല്ലാ കവികളും ഋഷിമാരാണ്, എല്ലാ ഋഷിമാരും കവികളുമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മാനദണ്ഡം മാത്രം വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോ കവികൾ എന്ന് കൊട്ടിഘോഷിക്കുന്ന എത്ര പേര് കവികൾ എന്ന് വിളിക്കാൻ അർഹരാണെന്നുള്ളത്. കാരണം ഋഷി ആയാലേ കവിയാവുള്ളൂ, ഋഷി അല്ലെങ്കിൽ കവിയാവില്ല. അവിടെയാണ് നമ്മുടെ തിരിച്ചറിയലിന്റെ ഒരതിര്, മര്യാദ അതിര് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ കവിത എന്താണെന്നുള്ളത് ചോദ്യത്തിന് സാമാന്യമായിട്ട് കേട്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു കാര്യം മനോഹരമായിട്ട് പറയുന്ന ഒരു ശൈലിയെ കവിത എന്ന് പറയാം. ഏറ്റവും ലളിതമായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. ചിലര് ഒരു കവിത എഴുതണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, സാധാരണ മലയാളത്തിൽ അല്ലെങ്കിൽ ഏത് ഭാഷയായിക്കോട്ടെ സാധാരണ വർത്തമാന രീതിയിൽ പറയുന്നതായിട്ടുള്ളൊരു കാര്യത്തെ ഒരു ചെറിയ താളമൊക്കെ കൊണ്ടുവന്നിട്ട് പാട്ടായിട്ട് എഴുതി വയ്ക്കും. ഈ പാട്ടും കവിതയും രണ്ടല്ല. പാട്ടിൽ കവിത ഉണ്ടാവാം, പക്ഷേ പദ്യത്തിൽ എഴുതി കഴിഞ്ഞാൽ പദ്യത്തിൽ എഴുതുന്നതെല്ലാം കവിതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദ്യത്തിൽ എഴുതുന്നതൊന്നും കവിത, എല്ലാം കവിതയല്ല. കവിത സ്വതവേ പദ്യത്തിൽ എഴുതുമ്പോഴാണ് ഭംഗിയുള്ളത്. പക്ഷെ പദ്യത്തിൽ എഴുതിയാൽ അത് കവിതയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദ്യത്തിൽ എഴുതിയാൽ അത് കവിതയാവണം നിർബന്ധമില്ല. കവിതയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ ആവശ്യം. അതെന്താ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, അത് ദർശനവും കൂടി ആകണം. കവിത ദർശനവും കൂടി ആകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ പദ്യത്തിൽ എഴുതിയതാവട്ടെ ഗദ്യത്തിൽ എഴുതിയതാവട്ടെ, അത് ദർശനവും കൂടി ആകുമ്പോഴാണ് അതിന് കവിത എന്നുള്ള പേര് യോജിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ ദർശനം? അടുത്ത ചോദ്യ. ദർശനത്തെ നിർവചിക്കാൻ പറ്റാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച. ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പൊ എങ്ങനെ നിർവചിക്കുക ദർശനത്തെ? നമ്മളിപ്പോ ഒരു മുമ്പിലിരിക്കുന്ന ഒരു പുസ്തകത്തെ കാണുന്നു, മുമ്പിൽ ഒരു മൊബൈൽ ഇരിക്കുന്നു, ആ മൊബൈലിനെ കാണുന്നു. ഇതെല്ലാം നമ്മുടെ ദർശനാണ്, നമ്മുടെ കാഴ്ചയാണ്. നമ്മൾ ഇതിനൊക്കെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് കാഴ്ചയാണ്. അതാണോ ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ദർശനം. ഇംഗ്ലീഷിൽ സൈറ്റ് എന്നൊരു വാക്കുണ്ട്, വിഷൻ എന്നൊരു വാക്കുണ്ടല്ലോ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് പോലെ ദർശനം എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് വെറും നമ്മുടെ മാംസളമായിരിക്കുന്ന ഈ കണ്ണ് എന്നുള്ള ഇന്ദ്രിയം കൊണ്ട് നാം എന്താണോ കാണുന്നത്, ആ കാഴ്ചയെ, ആ വസ്തുവിനെ കാണുന്ന ആ കാഴ്ചയെ ദർശനം എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കലി അത് വിളിക്കാൻ പറ്റില്ല. കാരണം ദർശനം മറ്റൊന്നാണ്. സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതായ ഒരു കാഴ്ചയെ അതിനപ്പുറമുള്ളതായ ഒരു തത്വത്തിൽ കാണുന്നത് എപ്പോഴാണോ അപ്പോഴാണത് ദർശനമാവുക. നമ്മുടെ മുന്നിൽ നമ്മുടെ മാംസളമായ ഈ ഇന്ദ്രിയം കൊണ്ട്, നേത്രേന്ദ്രിയം കൊണ്ട് ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അത് എനിക്കും കാണാം, നിങ്ങൾക്കും കാണാം, നമ്മുടെ അയൽക്കാർക്കും കാണാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിവെക്കിൽ പോകുന്ന ആളുകൾക്കും കാണാം. പക്ഷെ അവരാരും കാണാത്ത മറ്റൊരു കാഴ്ചയെ ആ കാഴ്ചയ്ക്കുള്ളിൽ, ആ കാഴ്ചയ്ക്കപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കാണാൻ സാധിക്കുമോ? സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ കാഴ്ചയാണ് ദർശനം. ആ കാഴ്ചയാണ് ദർശനം. ആ ദർശനം ഭാഷയിലേക്ക് വരുമ്പോഴാണ് അത് കവിതയാവുന്നത്. എന്താ ഈ ആ കാഴ്ച? സാധാരണക്കാർക്കൊന്നും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മുടെ മാംസളങ്ങളായിരിക്കുന്ന ആ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പ്രത്യേകതയാണല്ലോ. അതെന്താന്ന് ചോദിച്ചാൽ ദർശനത്തെ പരിചയപ്പെടുത്താനായിട്ട്, ആ കാഴ്ചയെ പരിചയപ്പെടുത്താനായിട്ടൊരു ചെറിയൊരു ഉദാഹരണമുണ്ട്. നമ്മൾ സാധാരണ കണക്ക് കൂട്ടുമ്പോൾ ഇഞ്ചോടി പട്ടികയൊക്കെ പഠിക്കാറുണ്ടല്ലോ. അതില്
ഈ രണ്ടും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരിക? 2 + 2 = കേട്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ സന്തോഷം. ലളിതമായ ചോദ്യമാണ്. 4. 4. ആ, മറ്റെന്തെങ്കിലും മറുപടി ആർക്കെങ്കിലും പറയാനുണ്ടോ? ടു പ്ലസ് ടു ഈസ് ഈക്വൽ ടു 4 എന്നുള്ള ഉത്തരമല്ലാതെ മറ്റെന്തെങ്കിലും ഉത്തരം? ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ്, വേറൊരു ഉത്തരം ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും മൗനമായിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ രണ്ടും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 4 എന്നുള്ളതാണ് ഉത്തരം. ഈ 2 + 2 = 4 എന്നുള്ളത് നമ്മൾ ചൊല്ലി പഠിച്ചതാണ്. ഒരുപക്ഷെ ഈ 2 + 2 = 4 എന്നുള്ള ആ ഒരു ഉത്തരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലൗകികമായിട്ടുള്ള ഉദാഹരണമൊക്കെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് പ്രായോഗികമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇരിക്കട്ടെ, 2 + 2 = 4. ഇതാണ് കാഴ്ച. നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് രണ്ടും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 4 എന്നുള്ളതാണ്. ഇനി ഇതിന് മറ്റൊരു ഉത്തരം നോക്കാം. 2 + 2 = 1 + 1 + 1 + 1. 1 അധികം 1 അധികം 1 അധികം 1. ഇതും ശരിയായ ഉത്തരമാണ്. അപ്പൊ എന്താ ഈ രണ്ടും രണ്ടും എത്രയാ? 2 + 2 = എന്ന് ചോദിച്ചു ചെയ്യുമ്പോൾ എല്ലാവരും, ലോകത്ത് 99% ആളുകളും ഉത്തരം പറയുന്നത് 4 എന്നായിരിക്കും. 1% ആളുകൾ 1 + 1 + 1 + 1 എന്ന് ഉത്തരം പറയും. ആ 1%-ത്തിൽ ചിലർ 3 + 1 ഉത്തരം പറയും, ചിലർ 5 - 1 എന്ന് ഉത്തരം പറയും, ചിലർ 6 - 2 എന്ന് ഉത്തരം പറയും. ഇതാണ് ദർശനം. ഇതിന് വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടും കൂടി കഴിഞ്ഞാൽ 4 എന്ന് ഉത്തരം പറയുന്നതിൽ നിന്നും 2 + 2 = 1 അധികം 1 അധികം 1 അധികം 1 എന്ന് പറയുന്നതിൽ ഒരു ദർശനമുണ്ട്. കാരണം 4-ൽ 4 ഒന്നുകളുണ്ട്, 4 ഒന്നുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു ദർശനമാണ്, ഒരു മനസ്സിലാക്കലാണ്. വളരെ ചെറിയതായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇത് സാധാരണക്കാർ കാണില്ല. ഇത് അസാധാരണമായ ഒരു ചിന്തയുള്ളവന് മാത്രമേ കാണുള്ളൂ. ഈ ദർശനത്തെ തൻ്റെ ജീവിതത്തിൽ താൻ കാണുന്ന കാഴ്ചയിൽ ഓരോന്നിലും കാത്തു പുലർത്തി കൊണ്ടുപോകുന്നവൻ ആരാണോ അവനാണ് ഋഷി, അവനാണ് കവി. അവൻ പറയുന്നതെല്ലാം കവിതയായിരിക്കും. ഇതാണ് കവിത. ഒരു പദ്യത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇത് നമ്മൾ സാധാരണ വർത്തമാനം പറയുന്ന സാധാരണ കാര്യമല്ലേ എന്ന് നമുക്ക് ഒരാൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കവിതയല്ല. നേരെ മറിച്ച് ഗദ്യമായിക്കോട്ടെ, പറയുന്നൊരു വിഷയം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാലോ, ഇത് ഇങ്ങനെയും പറയാമോ എന്ന് ചോദിച്ചാൽ അത് കവിതയാണ്. അതിന് ആ ദർശനം മനസ്സിലാക്കിയവന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. ഒരു ദൃശ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു പാടവരമ്പ്. ആ പാടവരമ്പത്ത് കൂടി പാടത്തുനിന്ന് പുല്ലരിഞ്ഞ് വലിയ കെട്ടാക്കി മാറ്റി അതിനെ വാഴനാര് കൊണ്ടൊക്കെ കെട്ടി തൻ്റെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് പോകുന്ന, ആ പാടവരമ്പത്ത് കൂടി ആ പുൽക്കെട്ട് തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും? ഇപ്പൊ പലരും പറയും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, അതുകൊണ്ടാണല്ലോ പുല്ലൊക്കെ എരിഞ്ഞ് പശുവിനെ ഒക്കെ വളർത്തിയാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് പോവാണ്, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് ചിലർ പറയും. നമ്മളെ പരിശ്രമശാലിനിയായിട്ടുള്ളൊരു കുട്ടിയാണ്, അവളുടെ വീട്ടിലൊരു പശുവുണ്ട്, നമ്മൾ പാല് അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയോട് ചോദിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ പശു ഉണ്ടാവും, തരാനുണ്ടാവും. അതേപോലെ അത് ചിലപ്പോൾ അവരുടെ വീട്ടിൽ പശു ഉണ്ടാവണമെന്നില്ല, അടുത്തുള്ള വീട്ടിലെ പശുവിന് വേണ്ടിയിട്ട് പുല്ലരിഞ്ഞ് കൊണ്ടുപോവായിരിക്കും. ഇങ്ങനെ പല ഉത്തരങ്ങളും പറയും. ആരോഗ്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ടല്ലേ ചുമട് ചുമന്നുകൊണ്ട് പോകാൻ പറ്റണത്, ഇങ്ങനെ പല ഉത്തരങ്ങളും പറയും.
ഇതെല്ലാം നമുക്ക് സാധാരണ ഒരാൾക്ക് ആ കാഴ്ചയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില തോന്നലുകളാണ്, ചില യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ആ ഒരു കാഴ്ചയിൽ നിന്നും ഒരു കവിത പിറവിയെടുക്കുമ്പോൾ അതെങ്ങനെയിരിക്കും എന്നറിയോ? തടിച്ച പുൽക്കെട്ടു ശിരസിലേന്തി താങ്ങിത്തളർന്നെത്തിടുമക്കിടാത്തി. ചിത്രം വ്യക്തമാണല്ലോ. തടിച്ച പുൽക്കെട്ട് ശിരസിലേന്തി താങ്ങിത്തളർന്നെത്തിടുമക്കിടാത്തി. ഇത്രയും ഭാഗം നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇനി കവിത എന്താ? തൃണത്തിലും തന്നില താഴെയെന്ന് തീർത്തോതിടുന്നുണ്ടു ജനത്തോടെല്ലാം. തൃണത്തിലും തന്നില താഴെയെന്ന് തീർത്തോതിടുന്നുണ്ട് ജനത്തോടെല്ലാം. എന്താ അവൾ വിളിച്ചു പറയുന്നത്? എന്റെ നില ഒരു തൃണത്തിനേക്കാൾ താഴെയുള്ള നിലയാണ്. തൃണം പുല്ല്. ഒരു പുല്ലിനേക്കാൾ താഴെയാണ് എന്റെ നില, എന്റെ വില. ഞാനൊരു പുല്ലിനേക്കാൾ എളിയവളാണ് എന്ന് ആ കാഴ്ച, ആ പെൺകുട്ടി ഇതാ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു എന്ന് ഒരു ആൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളാണ് കവി. എന്തൊരു യുക്തിഹീനമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ചിലപ്പോ ആ നാട്ടിൽ ഇത്രയും അഹങ്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വേറെ ഉണ്ടായില്ല. അവളൊരു പുല്ലിന്റെ കെട്ട് തലയിൽ വെച്ചുകൊണ്ട് പോകുന്നു വെച്ചുകൊണ്ട് അവളിങ്ങനെ വിളിച്ചു പറയുകയാണ് ഞാൻ ഒരു പുല്ലിനേക്കാൾ എളിയവളാണെന്ന്. അവൾ എന്തോ ആവട്ടെ, ആ പെൺകുട്ടി എത്ര അഹങ്കാരിയാവട്ടെ, എത്ര അസൂയാലു ആകട്ടെ, എന്തു ആവട്ടെ, അക്ഷരാഭ്യാസമോ വായിക്കാനോ ഒന്നും വേണ്ട. പക്ഷെ ആ കാഴ്ച കണ്ട ആളുടെ ദർശനമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവളത് വിളിച്ചു പറയുന്നുണ്ടല്ലോ നമുക്ക് വേറെ കാര്യം. ഉൾക്കെട്ട് തലയിൽ പോകുന്ന ഒരു കുട്ടി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാ ഇന്നതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതാണ് ദർശനം. എന്തേ അത് നമുക്കാർക്കും കാണാൻ പറ്റാതെ പോയി? അത് ചിലർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒന്നായി. അവിടെയാണ് കവിത്വം ഉള്ളത്. ഈ കവിത്വം, ഈ ദർശനം ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ളതായ ഒരു തോന്നൽ നമുക്കുണ്ടാവുകയുള്ളൂ. ഇതൊരു തോന്നൽ എന്ന് മാത്രം പറഞ്ഞ് തള്ളാനായിട്ട് പറ്റില്ല. തോന്നലല്ല അത്. കാരണം സാധാരണ ഈ കവികളുടെ കയ്യക്ഷരം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മിക്കവാറും ആളുകളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒരു വളരെ ഒഴുക്കൻ മട്ടിൽ വളരെ അലസമായിട്ട്, അലസം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കിതച്ച് 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 ഓടി ഓടി ഓടിപ്പോയ കൈക്ഷരം പോലെ നമുക്ക് തോന്നും. കാരണം ഈ തോന്നൽ എന്നുള്ളതല്ല, കവിത തോന്നുകയല്ല ചെയ്യുന്നത്, അത് വരികയാണ് ചെയ്യുന്നത്, അത് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിയന്ത്രണത്തിലല്ല അത് വരിക. അത് ഏത് സമയത്ത് വരും എന്ന് നമുക്കറിയാൻ പാടില്ല. അത് വരുന്നതിന് എന്തെങ്കിലും പ്രത്യേക ഒരു മുഹൂർത്തം ഉണ്ടോ, എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, എന്തെങ്കിലും പ്രേരണയുണ്ടോ? ഇതൊന്നും അറിയാൻ പാടില്ല. മറിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ആവാം. യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആകസ്മികമായിട്ടായിരിക്കും അത് പുറത്തോട്ട് വരിക. അത് പുറത്തോട്ട് വരുന്ന സമയത്ത് അത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ, അത് പകർത്തി വച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ പ്രസവിക്കാനുള്ള ഒരു വേദനയും എടുത്തിട്ട് ഇത് പ്രസവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രമാത്രം വിമ്മിഷ്ടം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്ന് പറയുന്നത് ഒരു കവിക്ക് തൻ്റെ ഗർഭത്തിൽ, തൻ്റെ മനോഗർഭത്തിൽ കവിത പിറന്നു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് എഴുതി പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ആന്തരിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അത് എപ്പോ ഇല്ലാതെ പോകും, എപ്പോ അത് പോകും, ഇപ്പൊ തോന്നിയത് എപ്പോ ഇല്ലാണ്ടാവും എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ആ ഉള്ളിൽ തോന്നിയതായ ആ ഒരു അനുഭവത്തെ, അത് വാക്കുകളായിട്ടൊന്നും അല്ല തോന്നുന്നത്, അതൊരു വിമ്മിഷ്ടമാണ്. ആ തോന്നിയ ആ ഒരു അനുഭവത്തെ കയ്യിൽ കിട്ടുന്ന പേപ്പർ എന്താണോ, ചിലപ്പോൾ ഒരു നോട്ടീസിന്റെ പുറം ഭാഗമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പത്രക്കടലാസിന്റെ ഒഴിഞ്ഞ ഭാഗമായിരിക്കാം, അവിടേക്ക് അത് മറഞ്ഞു പോകുന്ന, മങ്ങി മറഞ്ഞു മാഞ്ഞു പോകുന്നതിന് മുൻപ് പെട്ടെന്ന് എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ അയാൾക്ക് ചെയ്യാനുള്ളൂ. ചിലപ്പോൾ എഴുതി 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 95% ആകുമ്പോഴേക്കും തീർത്തും അവ്യക്തമായിട്ട് പോകും, തീർത്തും അവ്യക്തമായിട്ട് പോകും. പിന്നെ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. അതുവരെ അതൊരു ഒഴുക്കായിരുന്നു. ഒരു കവിയും
യഥാർത്ഥത്തിൽ കവിയായിരിക്കുന്ന ദാർശനികനായിരിക്കുന്ന ഒരാളും ഈ കവിത താൻ എഴുതിയതാണ് എന്ന് അവകാശപ്പെടില്ല, ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം കവിത ഒരു ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്നത് മാത്രം, നമ്മൾ അതിനെ സൃഷ്ടിച്ചിട്ടില്ല. ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വേദത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേദത്തിൽ ഒരുപാട് മന്ത്രങ്ങളെ കാണാം. ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയത് ആണോ എന്ന് ചോദിച്ചാൽ മന്ത്രങ്ങൾ എഴുതിയതല്ല, മന്ത്രങ്ങൾ ദർശിച്ചതാണ്. ഓരോരോ ഋഷി, ഇപ്പം ഗായത്രി മന്ത്രം ആണെന്നുണ്ടെങ്കിൽ ഗാധിനോ വിശ്വാമിത്ര ഋഷി എന്നാണ് പറയുക. വിശ്വാമിത്ര ഋഷിയാണ് ഗായത്രി മന്ത്രത്തെ ദർശിച്ചത്. എന്ന് പറഞ്ഞാൽ ഗായത്രി മന്ത്രം എഴുതിയത് ചിന്തിച്ചു കൂട്ടി, ഇവിടെ ഈ വരി ഇങ്ങനെ എഴുതാം, അടുത്ത വരി ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് എഴുതി വെച്ചത് വിശ്വാമിത്രനാണെന്നല്ല, മറിച്ച് ആ മന്ത്രം അവിടെ ഉണ്ടായിരുന്നു. ഗായത്രി മന്ത്രം അവിടെ, അത് അക്ഷരങ്ങളായിട്ടോ വർണ്ണങ്ങളായിട്ടോ വാക്കുകളായിട്ടോ ഒന്നും ആയിരുന്നില്ല. അതൊരു അനുഭവമായി, ഒരു സത്തയായിട്ട് പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. ആ സത്തയെ ആദ്യമായി അനുഭവിച്ചത് വിശ്വാമിത്ര ഋഷിയാണ്. അതുകൊണ്ട് ആ മന്ത്രത്തെ ദർശിച്ചത് വിശ്വാമിത്ര ഋഷിയാണെന്ന് പറയാം. അല്ലാതെ മന്ത്രത്തിന്റെ സ്രഷ്ടാവല്ല. മന്ത്രത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. മന്ത്രത്തെ കണ്ടത് വിശ്വാമിത്ര ഋഷിയാണെന്ന് പറയും, അത്രയേ ഉള്ളൂ. ഇതേ അവസ്ഥയാണ് കവിതയ്ക്കും. ഒരു കവിയും, യഥാർത്ഥത്തിലുള്ള ഒരു കവിയും ഈ കവിത ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് വളർത്ത ബുദ്ധിമുട്ടി വേർത്ത് പരിശ്രമിച്ച് എഴുതിയതാണെന്ന് ഒരു കവിയും അവകാശപ്പെടില്ല. കാരണം അതൊരു വരവാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയായി സമ്പൂർണമായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കുന്നത് വരെ അവരനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ആന്തരിക സംഘർഷം വലുതാണ്. അത് ആ സമയത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും നഷ്ടപ്പെടാം. ചിലപ്പോൾ എഴുതി തുടങ്ങുമ്പോഴേ പോവാം. മാടമ്പ് കുഞ്ഞുകുട്ടന്റെ അമൃതസ്യ പുത്ര എന്നൊരു നോവലുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജനനം മുതൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്ന കാലം വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തെ വളരെ മനോഹരമായി, അതൊരു നോവലാണെങ്കിൽ കൂടിയും ആ നോവലിലെ ഓരോ വരിയും കവിതയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കണം. നോവലിലെ ഓരോ വരിയും കവിതയാണ്. ആ വരികളിൽ കൂടിയിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ എടുത്തുയർത്തപ്പെടുന്നതായ ചില ലോകങ്ങളുടെ തലങ്ങളുണ്ട്. അത് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, മാടമ്പ് കുഞ്ഞുകുട്ടൻ ആ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വരി എഴുതി വെച്ചു. ആമുഖം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആമുഖത്തിൽ ആദ്യത്തെ വരി എഴുതി വെച്ചു, തീർന്നു, പിന്നെ എഴുതാൻ പറ്റണില്ല. ആദ്യത്തെ വരി അവിടെ എഴുതി വെച്ച് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു സന്ദർഭത്തിലാണ് രണ്ടാമത്തെ വരി മനസ്സിലോട്ട് വരുന്നത്. അപ്പൊ തന്നെ എഴുതി തുടങ്ങിയതാണ്. ആ എഴുത്താണ് അത് അവസാനിക്കുന്നിടം വരെ കിട്ടിയത്. നോവലും കഥയും ഒക്കെ കവിതയാണ്. ഇതുള്ളിൽ നിന്ന് വരുമ്പോൾ മാത്രമാണ് നമുക്ക് എഴുതാൻ പറ്റുക. നേരെ മറിച്ച് അദ്ദേഹം ആദ്യത്തെ വരി എഴുതി വെച്ചു, ബാക്കിയുള്ളതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഏതായാലും എഴുതി തുടങ്ങി, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പിടിച്ചു വലിച്ച് എഴുതി തിരുത്തി. രണ്ടാമത്തെ കാര്യം അതാണ്, യഥാർത്ഥ കവികളുടെ കവിതകളിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാവില്ല. അവരെഴുതി വെക്കും. എഴുതി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരാൾ വായിക്കാനായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരാൾ പറയാണ്, അത് ഈ ഒരു വാക്ക് മാറ്റിയിട്ട് വേറൊരു വാക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അവർ സമ്മതിക്കില്ല. അവരോട് അത് വച്ച് കഴിഞ്ഞാൽ അതെന്റേതാവും, അതെന്റേതാവും, അത് വേണ്ട, അതെന്റേതല്ല, അത് ആരുടേതാണോ എങ്ങനെയോ തോന്നിയതാണ്, അങ്ങനെ അത് തോന്നിയത് എങ്ങനെയോ അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് പറയുക. അപ്പൊ മാടമ്പ് ആദ്യം വരി എഴുതി വെച്ച് ബാക്കിയുള്ളത് പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിയിരുന്നുണ്ടെങ്കിൽ അമൃതസ്യപുത്ര എന്നുള്ള നോവൽ ഒരിക്കലും ഇത്രയും മനോഹരമാവുമായിരുന്നില്ല. ഒരിക്കലും ഇത്രയും ഹൃദയാവർജകമായിട്ടൊരു ഭാഷ ആ നോവലിന് ഉണ്ടാവുമായിരുന്നില്ല. മറിച്ച് ഇത് വന്നപ്പോൾ ആ പ്രവാഹം എങ്ങനെയാണോ സംഭവിച്ചത്, ആ പ്രവാഹത്തിനൊത്ത് അദ്ദേഹം ഒഴുകി പോയപ്പോഴാണ് ആ കവിത ആ നോവല്, കവിത എന്ന് വിളിക്കാൻ സാധിക്കുന്ന ആ നോവല് പറഞ്ഞത്. ഇതേപോലെയാണ് ഏത് കവിതയും. കവിയെന്ന് നമുക്ക് ഉള്ളു തൊട്ട് ഹൃദയം തൊട്ട് വിളിക്കാൻ സാധിക്കുന്ന ഏതൊരു കവിതയിലെയും കവിതകൾ ഇങ്ങനെയാണ്. അവർ വെട്ടിത്തിരുത്താതെ എഴുതിയതാണ്. അതൊരു വരവാണ്.
ആ വരുന്ന സമയത്ത് എഴുതി തീർത്തില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവരുടെ കൈയക്ഷരം അങ്ങനെയായിരിക്കുന്നത്. നല്ല വെടിപ്പോടെ ഉരുണ്ട അക്ഷരങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് എഴുതാനുള്ള സമയം കിട്ടണില്ല. ഒരു വാക്ക് എഴുതി തീരുന്നതിന് മുമ്പേ അടുത്തത് വന്ന് ചിലപ്പോൾ ഒരു കവിത എൻറ്റയർ ഒരു കവിതയും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ഒരു ശ്ലോകം മുഴുവനായിട്ട് വന്നിട്ടുണ്ടാവും. അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് മുമ്പ് അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് പലരും ആ സ്പീഡിലാണ് എഴുതി പോവുക. കാരണം ആ ദർശനം ഒരു ഞൊടിയിൽ സംഭവിക്കുന്ന, ഒരു ഞൊടിയിടയിൽ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഒരിക്കലും അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് കാണിച്ചു തരിക, ഇങ്ങനെ കാണിച്ചു തരുന്ന ആ അവസരത്തിൽ അത് എഴുതണം, അത് വരണം. ഇങ്ങനെയുള്ള കവിതകൾ വായിക്കുമ്പോൾ പറഞ്ഞ ഈ കവിത്വം, ഇത്തരം കവിത്വം ചിലർക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. എന്ന് മാത്രമല്ല, ഈ കവിതയും ഭാഷയിലും അതുപോലെ പദ്യങ്ങളിലും മാത്രമേ കവിത ഉണ്ടാവൂ എന്നുള്ളതാണ്. അല്ല, വാസ്തവം പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ദർശനമെന്ന് വിളിക്കപ്പെടുന്ന ഈ കവിതയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് കാണാൻ പറ്റാത്ത ഒന്ന് കാണുമ്പോഴാണ് അയാൾ കവിയാവുന്നത്. ഒരു കവി കാണുന്നത് സാധാരണക്കാരൻ കാണുന്നതിനപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ്. അത്തരം കവികൾ ഉണ്ടാവുമ്പോഴാണ് പ്രപഞ്ചം മനോഹരമാവുന്നത്, ഈ ലോകം മനോഹരമാകുന്നത്. അപ്പൊ ആ കവികൾ ഭാഷ കൈകാര്യം ചെയ്യുന്നവർ മാത്രമാണോ കവികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു എഞ്ചിനീയറിൽ കവിയുണ്ട്, ഒരു കൃഷിപ്പണിക്കാരനിൽ കവിയുണ്ട്, ഒരു പൂന്തോട്ടക്കാരനിൽ കവിയുണ്ട്. ഒരു എഞ്ചിനീയറിലെ കവി ഉണരുമ്പോഴാണ് അയാൾ ഡിസൈൻ ചെയ്യുന്നതായ ഒരു കെട്ടിടത്തിന് ഭംഗി ഉണ്ടാവുക. എഞ്ചിനീയർമാരിൽ കവി ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കെട്ടിടങ്ങളും ഒരുപോലെ ഇരുന്നേ. സാധാരണക്കാരൻ കാണുന്നതിനപ്പുറത്ത് കാണുന്ന അതൊരു വാക്ക് കാണണം എന്ന് തന്നെ നിർബന്ധമില്ല, ഒരാശയം കാണണമെന്ന് നിർബന്ധമില്ല. ഒരു 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 കാഴ്ച, ഒരു രൂപം, ഒരു ആകൃതി കണ്ടാൽ മതി. എന്നാട്ടിൽ ഫാഷൻ ഡിസൈനർമാരിൽ കവികൾ ഉള്ളത് കാരണമാണ് ഇത്രമാത്രം വിവിധങ്ങളായ തരത്തിലുള്ളതായ വസ്ത്രങ്ങൾ ഈ ലോകത്തുണ്ടായത്. രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സിനിമാ കമ്പനിയുടെ പേരാണ് ദ ഫാക്ടറി എന്നാണ് അതിന്റെ പേര്, ഫാക്ടറി. അപ്പൊ അദ്ദേഹം ബോംബെയില് ഈ ഫാക്ടറി എന്ന് പറയുന്ന തന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു, ഒരു എഞ്ചിനീയറെ ഏൽപ്പിച്ചു. അയാൾ അതിന് ആർക്കിടെക്റ്റിനെ അതിന്റെ ഡിസൈൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. അപ്പൊ രാം ഗോപാൽ വർമ്മ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇതൊരു സാധാരണ കെട്ടിടം ആക്കരുത്, എന്റെ സിനിമ പോലെ ആവണം. എങ്ങനെ? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. ഒരു സൈൻ ബോർഡ് ഇടത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്തുന്നത് അവിടെ ആവരുത്, വേറൊരു രീതിയിലാണ്. ഇത് അദ്ദേഹം വെളിവായിട്ട് പറഞ്ഞു. ഈ ആശയം അദ്ദേഹം വെളിവായിട്ട് പറഞ്ഞതല്ല, മറിച്ച് ഇതൊരു സാധാരണ കെട്ടിടം ആവരുത്, ഇതിൻ്റെതായിട്ടുള്ള ചില സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവണം എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഈ ആർക്കിടെക്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആശയത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു കെട്ടിടം പണിതു. ആ കെട്ടിടത്തിന്റെ രൂപകൽപ്പനയിൽ അദ്ദേഹം അവലംബിച്ചത് മുഴുവൻ ഇങ്ങനെയാണ്. നമ്മുടെ മഹാഭാരതത്തില് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാകുന്ന രീതിയിൽ ആ കെട്ടിടത്തിലേക്ക് കയറുന്ന ഒരാൾക്ക് എവിടെ എത്തിപ്പെടാനാണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ആ കെട്ടിടത്തിന്റെ രൂപകൽപ്പന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും രാമഗോപാൽ വർമ്മ, ആ സംവിധായകൻ, ആ ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു സിനിമ സംവിധാനം ചെയ്തോളൂ, ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് സംവിധാനമൊന്നും അറിയില്ല, എനിക്ക് സിനിമ വല്ലപ്പോഴും കാണും എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ഇതിന്റെ യാതൊരു സാങ്കേതിക വശവും അറിയില്ല, കഥ എന്താണെന്ന് അറിയില്ല, ഞാൻ എങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ സാങ്കേതിക വശമൊക്കെ വിട്ടോളൂ, എനിക്ക് വേണ്ടത് നിന്റെ ഈ കവിത്വമാണ്. സാധാരണക്കാർ കാണാത്ത, നിനക്ക് മാത്രം കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ആ ഒരു അംശം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചു. അതുവരെ എനിക്കറിയുള്ളൂ, പിന്നെ അത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഒരു എഞ്ചിനീയറിലും ഉണ്ട് കവി, ഒരു ലോയറിലും ഉണ്ട് കവി, ഒരു ജഡ്ജിയിലും ഉണ്ട് കവി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വളരെ മനോഹരങ്ങളും സമൂഹത്തെ വളരെയധികം പരിവർത്തനം ചെയ്യുന്നതുമായിട്ടുള്ള വിധിന്യായങ്ങളും വാദങ്ങളും ഉണ്ടാവുന്നത് അപ്പോഴാണ്. ഒരു ഡോക്ടറിലും കവിയുള്ളപ്പോഴാണ് ഒരു രോഗി ഏറ്റവും അനായാസമായിട്ട് ആ രോഗത്തിൽ നിന്ന് മുക്തനായിട്ട് പുറത്തു വരുന്നത്. ഒരു അധ്യാപകനിൽ കവിയുള്ളപ്പോഴാണ്
അയാൾ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാം സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പുതിയ പുതിയ നവനവോന്മേഷശാലികളായിരിക്കുന്ന പ്രജ്ഞയുള്ളവരായി തീരുന്നത്. ഒരു കൃഷിക്കാരനിൽ കവിയുള്ളപ്പോഴാണ് അയാളുടെ കൃഷിത്തോട്ടത്തിൽ ഒരിക്കലും നിറം വറ്റാത്ത, രസം വറ്റാത്ത, അരോഗദൃഢഗാത്രമായിരിക്കുന്ന ഫലങ്ങൾ വിളയുന്നത്. ഏത് ജോലി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ജോലി ചെയ്യുന്നവർ കവികളാണെങ്കിൽ, ഒരു വാചകം പോലും എഴുതിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് കവികളാണ് എന്നുണ്ടെങ്കിൽ ആ ജോലി ഏറ്റവും സുന്ദരമായിരിക്കും. അയാൾ ചെയ്യുന്ന ജോലി കൊണ്ട് പ്രപഞ്ചത്തിനാകെ സൗഖ്യം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതാണ് കവിതയുടെ അല്ലെങ്കിൽ ദർശനത്തിന്റെ ഒരു വിശ്വരൂപം എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു വിശ്വരൂപമാണ്. ഇത് പരിചയപ്പെടില്ല, പലപ്പോഴും നമുക്ക് പരിചയപ്പെടാൻ സാധ്യതയില്ല. കാരണം കവിത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ എഴുതി പടച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള രീതികളാണ് പൊതുവെ നമ്മൾ കാണാറ്. കവിത എല്ലാത്തിനും, സിനിമാ പാട്ടിലും കവിത വരുമ്പോഴാണ് ആ പാട്ട് ആകർഷകമായി തീരുന്നത്. സാധാരണക്കാരൻ കാണാത്ത ഒരു വാതിലിന്റെ വിടവിൽ കൂടി സന്ധ്യാസമയത്തെ സൂര്യന്റെ പൊൻകിരണങ്ങള് ആ മുറിക്കുള്ളിലെ തറയിലേക്ക് വീണ് കിടക്കുമ്പോൾ വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വരുന്ന സന്ധ്യ പോലെയാ ആ ഒരു കൽപ്പന ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കവിത ഉണ്ടെങ്കിലും, കവിതയിൽ ആ പാട്ടിൽ കവിത ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സായന്തനത്തിന്റെ ആ ഒരു വെട്ടത്തിൽ ഓളം തള്ളി നിൽക്കുന്ന ഒരു തടാക തീരത്തെ കണ്ടിട്ട് പോക്കുവയിൽ പൊന്നുരുകി പുഴയിൽ വീണു എന്ന് പാടണമെന്നുണ്ടെങ്കിൽ ആ ഓളത്തിൽ തിളങ്ങുന്നതായിട്ടുള്ള ആ തിളക്കം മുഴുവൻ പോക്കുവയിലാകുന്ന പൊന്നുരുകി ആ പുഴയിൽ വീണതാണ്, ആ പൊന്നാണ് കിടന്ന് തിളങ്ങുന്നത് എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ പാട്ട് എഴുതുന്നവരിൽ കവി ഉണ്ടായാലേ പറ്റുള്ളൂ, കവിത ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം കവിത ഏത് ഏത് സങ്കടത്തിലും ഏത് ദുഃഖത്തിലും സൗന്ദര്യം കണ്ടെത്താൻ, സൗഖ്യം കണ്ടെത്താൻ നമ്മളെ ശീലിപ്പിക്കുന്ന ഒന്നാണ്. കവിതയുടേതായ, കവിതയുടെ ഭാഷയുടെ ലോകത്തേക്ക് കടന്നു ചെന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇനി ഈ ലോകത്തിൽ നേടാൻ വേറൊന്നുമില്ല, യാതൊന്നുമില്ല. ഹിരണ്യമേവ ആർജയ എന്ന് പറഞ്ഞ് പാലാനാരായണൻ നായരുടെ ഒരു കവിതയുണ്ട്. അതൊരു പ്രസിദ്ധനായ സംസ്കൃത കവിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മാഘനെ പറ്റി. വളരെ ദരിദ്രനായിരിക്കുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതം മുഴുവൻ ഈ കവിത, കാവ്യം ഇതിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. അങ്ങനൊരു മഹാകാവ്യം എഴുതി. ആ മഹാകാവ്യത്തെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്നു. കാലം പൊക്കി. വീട്ടിൽ വേറെ ഒന്നുമില്ല, ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവസാനം ഭാര്യ ഗതി കെട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കിട്ടണമല്ലോ. നമുക്ക് രാജാവിനെ കൊണ്ടുപോയിട്ട് ഈ കാവ്യം ഒന്നും കൊണ്ടുപോയി കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും, അതുകൊണ്ട് നമുക്ക് കുറച്ചു കാലമെങ്കിലും ഒന്ന് അന്നം ഭുജിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ ഇദ്ദേഹത്തെ കവിയെയും കൊണ്ടിട്ട് രാജാവിനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ഈ കവിത 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 എന്നുള്ള ആ ഒരു ഇതിൽ മാത്രം മുങ്ങിക്കിടന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ ഒട്ടങ്ങാടും ക്ഷയിച്ചു. അങ്ങനെ ദൂരെ ദൂരം നടന്ന് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കവി ക്ഷീണിച്ചു. ഇനി ഒരു അല്പം പോലും നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കായി. അപ്പൊ അടുത്ത് കണ്ട ഒരു മരച്ചോട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, ദാ ആ ഓലക്കെട്ടുകളൊക്കെ എടുത്തിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നീ ഇത് കാര്യം ചെയ്യുക, രാജാവിനെ കൊണ്ടുപോയി കാണിക്കും, എന്നിട്ട് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചോണ്ട് വാ, ഞാനിവിടെ ഇരിക്കാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പൊ ഭാര്യ ഇതുമായിട്ട് രാജകൊട്ടാരത്തിൽ ചെന്നു. കുറെ ദൂരം നടന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവ് രാജകാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീയെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്താന്ന് കാര്യം ചോദിച്ചു. ഇപ്പൊ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, കവിതയാണെന്ന് പറയുന്നു. അപ്പൊ ഇത് വായിച്ചിട്ട് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്, എന്തെങ്കിലും ഒന്ന് തന്നാൽ ഞങ്ങൾ കുറച്ചു കാലം കൂടി ഒന്ന് സുഖമായിട്ടൊന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കാം, ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോ രാജാവ് ആ ഓലക്കെട്ട് വാങ്ങിച്ച് അതിന്റെ ആദ്യത്തെ ഓല തന്നെ വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് വാക്കുകൾ മുട്ടി. കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീരൊഴുകാൻ തുടങ്ങി. അടുത്ത ഓലയിലേക്ക് മറിച്ചിട്ടും കണ്ണുനീർ വണ്ണ് നിറഞ്ഞിട്ട് അദ്ദേഹത്തിന് തുടരാൻ പറ്റുന്നില്ല. അദ്ദേഹം ആ ഓലക്കെട്ട് അടച്ചു വെച്ച്, എവിടെ, ഇത് എഴുതിയ ആളെവിടെ,
ഇത്ര മഹാനായ പ്രതിഭാശാലിയായ ഒരു കവി എൻ്റെ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഇതുവരെ എന്തുകൊണ്ട് അറിയാതെ പോയി. ഒരു കാരണവശാലും നിങ്ങൾ ഇനി കഷ്ടപ്പെടാൻ ഇടവരരുത്. അദ്ദേഹം എൻ്റെ ആസ്ഥാന കവിയായി, എൻ്റെ ഉപദേശകനായി, എൻ്റെ രാജകൊട്ടാരത്തിൽ കഴിയേണ്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് സകലവിധ സന്നാഹങ്ങളോടും കൂടി ധാരാളം പണവും വസ്ത്രവും വിശിഷ്ട ഭോജ്യങ്ങളും എല്ലാം എടുത്തിട്ട് ആ സ്ത്രീയെയും കൂട്ടി, ആ ഭാര്യയെയും കൂട്ടി, ആ കവിയുടെ ഭാര്യയെയും കൂട്ടിയിട്ട് അദ്ദേഹം കവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ ഭാര്യയെ രഥത്തിലിരുത്തി ആ സുവർണ രഥത്തിൽ തന്നെ കവിയെ ആനയിക്കാൻ വേണ്ടിയിട്ട് ആ രഥവും കൊണ്ട് ആ സകല പരിവാരങ്ങളോടും കൂടിയിട്ട് ആ രാജാവ് പോവുകയാണ്. അങ്ങനെ ചെന്ന് ആ കവി ഇരിക്കുന്ന ആ ഒരു മരച്ചുവട്ടിൽ ചെന്നു. പരനാരായണൻ നായർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ചത്തിരിക്കുന്നു ഹാ കവി മരച്ചോട്ടിൽ. അദ്ദേഹം പ്രയോഗിച്ച വാക്കുന്നു ദിവംഗതനായിരിക്കുന്നു, നിര്യാതനായിരിക്കുന്നു ഒന്നുമല്ല, ചത്തിരിക്കുന്നു. അത്ര ക്ഷീണിച്ച അവശനായി അവസ്ഥയിൽ ആ മരച്ചോട്ടിലിരുന്ന ആ ഒരു കവി ഇവരവിടെ ചെല്ലുമ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ അവസാനമായിട്ടൊരു ഓലയും കൂടി ഉണ്ടായിരുന്നു. ആ ഓലയിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നതാണ്: ഹിരണ്യമേവ അർജയ നിഷ്ഫലാ കല. സുഖമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹിരണ്യമേവ അർജയ, സ്വർണം തന്നെ സമ്പാദിച്ചോളൂ. നിഷ്ഫലാ കല, കല നിഷ്ഫലയാണ്, കവിത നിഷ്ഫലയാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് കവിത കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കവിത ആവശ്യമുള്ളവർക്ക് ഹിരണ്യം കൊണ്ടും പ്രയോജനമില്ല. അതാണ് കവിത തരുന്ന സംതൃപ്തി, ദർശനം തരുന്നതായ സംതൃപ്തി. അതാണ് ഈ ദർശനത്തിന്റെ, ഈ കവിതയുടെ യുക്തി സാധാരണ ഒരു ലോകത്തിനുള്ള യുക്തി ആവണമെന്ന് യാതൊരു, അങ്ങനെ അല്ല, നിർബന്ധമില്ല എന്നല്ല, അങ്ങനെ അല്ല. അതുകൊണ്ട് കവിതയുടെയും ദർശനത്തിന്റെയും നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ, ശാസ്ത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ ശാസ്ത്രങ്ങളും കവിതകളിൽ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. കവികൽപ്പനയില്ലാത്ത, കാവ്യബിംബങ്ങളില്ലാത്ത ശാസ്ത്രങ്ങളില്ല. ശാസ്ത്രം കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ ഭാവനാബിംബങ്ങളിലാണ്. നിർമ്മലാനന്ദ സ്വാമിജിയൊക്കെ പറയും, ഭാവനാലോകമാണ് സത്യം വാസ്തവത്തിൽ. യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മിഥ്യയാണ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് രണ്ട് ലോകങ്ങൾ. ഒരു കവി ഒരു ഗദ്യ കവിതയിൽ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എല്ലാവർക്കും ഉണ്ട് ലോകം. എൻ്റെ ലോകം, നിന്റെ ലോകം, നമുക്ക് രണ്ടുപേരും, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഭൗതികമായ ഒരു പ്രപഞ്ചം ഉണ്ടാവും. നമ്മളിരിക്കുന്ന വീട്, നമ്മളിരിക്കുന്ന മുറി, നമ്മൾ ഇടപെടുന്നതായിട്ടുള്ള വസ്തുക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. പക്ഷെ ആ ഒരു ഒറ്റ ലോകത്തിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേത് മാത്രമായിട്ടുള്ള ലോകങ്ങളുണ്ട്. ആ ലോകത്തിൽ വേറൊരാളുടെ ലോകത്തിന് സ്ഥാനമില്ല. അതിനെ ശാസ്ത്രത്തിൽ പറയുന്നത് മനോമയ പ്രപഞ്ചം എന്നാണ്. എൻ്റെ മനോമയ പ്രപഞ്ചം, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോമയ പ്രപഞ്ചം. എൻ്റെ മനോമയ പ്രപഞ്ചത്തിൽ, എൻ്റെ ഭൗതിക പ്രപഞ്ചത്തിൽ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എൻ്റെ മനോമയ പ്രപഞ്ചത്തിലും എനിക്കൊരു വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഭൗതിക പ്രപഞ്ചത്തിലെ ഭാര്യയും എൻ്റെ മനോമയ പ്രപഞ്ചത്തിലെ ഭാര്യയും തമ്മിൽ പൊരുത്തം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ആ പൊരുത്തം ഇല്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാവും. എൻ്റെ മനോമയനായ അച്ഛനും എൻ്റെ ശരിക്കും ഭൗതികമായിട്ടുള്ള അച്ഛനും തമ്മിൽ പൊരുത്തം ഇല്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാവും. ഇതേപോലെയാണ് മക്കളും, രാജ്യങ്ങൾ തമ്മിലും ഈ ഒരു സംഘർഷം. അപ്പൊ കവിത വ്യവഹരിക്കുന്നത്, കവിത സംവദിക്കുന്നത് ഈ മനോമയ പ്രപഞ്ചവുമായിട്ടാണ്. മനോമയ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഫാന്റസി. എപ്പോഴും ഫാന്റസിയിൽ മാത്രമാണ് മനോമയ പ്രപഞ്ചം നിൽക്കുന്നത്. ആലോചിച്ച് നോക്കൂ, സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാറുള്ളത്? ഒരിക്കലുമല്ല. പ്രതീക്ഷകളും ഭാവനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രപഞ്ചമാണ്. ഇതിനിടയ്ക്ക് ചിലതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോകും, അത്രയേ ഉള്ളൂ. കവിതയും അത് തന്നെയാണ്, ഭാവനയാണ്, സങ്കല്പങ്ങളാണ്, സാധാരണക്കാരന് കാണാൻ പറ്റാത്ത മറ്റൊന്നാണ്. അതുകൊണ്ട് ആ പ്രപഞ്ചം നേരെയാക്കുക എന്നുള്ളതാണ് കവിതയുടെ ഉദ്ദേശം, ദർശനത്തിന്റെ ഉദ്ദേശം. എന്തിനാ ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. സാധാരണ ദർശനം, ഫിലോസഫി എന്ന് നമ്മൾ വിളിക്കുന്നതായിട്ടുള്ള ദർശനം പൊതുവെ രണ്ട്
ചോദ്യങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഞാൻ ആര് എന്ന ചോദ്യം. രണ്ട്, ഞാൻ എന്തിന് എന്നുള്ള ചോദ്യം. ഞാൻ ആര് എന്നുള്ള ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഉത്തരങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഞാൻ എന്തിന്, എന്തിനാണ് ഞാനിവിടെ, എന്താ ഈ ജന്മത്തിന്റെ ഒരു പ്രയോജനം, അത് വേണമല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരം, ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം തേടലാണ് മനുഷ്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തി. ഓരോ പ്രവൃത്തി. ആ അന്വേഷണം ഏറ്റവും എളുപ്പമാകുന്നത് ഈ കാവ്യലോകവുമായിട്ട് നാം പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ്. വഴി തെളിയുന്നത് കാവ്യലോകവുമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ്. അതില്ലാത്തപ്പോൾ നമ്മളിങ്ങനെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് വെറുതെയാണെന്ന് തോന്നും, പക്ഷെ അല്ല. എറിക് എച്ച് എറിക്സൺ എന്ന് പറഞ്ഞൊരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സങ്കല്പനമാണ്. 5 മിനിറ്റ് കൂടെ ഉള്ളൂ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. വളരെ പ്രസിദ്ധമായ ഒരു സങ്കല്പനമാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളത്, സ്വത്വ സംഘർഷം. നമുക്ക് ഓരോരുത്തർക്കും ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരിക്കൽ ഫ്രോയിഡിനോട് ചോദിച്ചു, എന്താ ഈ മനോരോഗ ചികിത്സ എന്ന് ചോദിച്ചു. ഫ്രോയിഡ് പറഞ്ഞു, അസാധാരണമായിട്ടുള്ള രീതിയിൽ മനോനില തെറ്റിയ ഒരാളെ സാധാരണ മനോനില തെറ്റിയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെയാണ് മനോരോഗ ചികിത്സ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഇത്തിരി മനോനില തെറ്റിയ ആൾക്കാരാണെന്നാണ്. ആ തെറ്റിയ മനോനിലയ്ക്ക് എറിക് എച്ച് എറിക്സൺ കൊടുത്തൊരു നിർവചനമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അല്ലെങ്കിൽ മീഷോയിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒക്കെ ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എത്ര സമയം നമ്മൾ ചെലവഴിക്കാറുണ്ട്? നമ്മുടെ അലമാരകളിൽ എത്ര വർണ്ണങ്ങളിൽ, എത്ര ഡിസൈനുകളിൽ ഉള്ള ഡ്രസ്സുകളുണ്ട്? ഓരോ ദിവസവും രാവിലെ കണ്ണാടിക്ക് മുൻപിൽ നമ്മൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട്? അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം ചെലവഴിക്കാറുള്ളൂ, ഇരിക്കട്ടെ. ഇതെല്ലാം ഈ ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഭാഗമാണ്. കാരണം ഡ്രസ്സ് ഇടുന്നു, ഒരു ഡ്രസ്സ്, ഞാൻ ഇന്നിപ്പോ പച്ച നിറത്തിൽ കറുത്ത വരകളുള്ളതായ ഒരു ടീഷർട്ട് ഇട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഞാനിത് തിരഞ്ഞെടുത്തത്? 2-3 എണ്ണത്തിൽ നിന്ന് ഞാൻ കണ്ണടച്ചൊരെണ്ണം എടുക്കുകയല്ല ചെയ്തത്. കുറേ ടീഷർട്ടുകൾ ഇങ്ങനെ നിരത്തി ഇട്ടതിനകത്ത് നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഇട്ടു, ട്രയൽ റൂമിൽ കയറിയിട്ട് ഇട്ടു നോക്കി. എന്താ ഞാൻ അന്വേഷിച്ചത്? ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ധരിച്ച് നമ്മൾ അതാണ് നോക്കുന്നത്. ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നതെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ആ അന്വേഷണം, ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അന്വേഷിച്ച് നടന്ന ആ ഞാൻ, ദാ ഈ പച്ച നിറത്തിൽ കറുത്ത വരകളിട്ട ഈ ടീഷർട്ട് ഇട്ട ഞാനാണോ? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ ഞാനാണോ ഞാൻ അന്വേഷിച്ച് നടന്ന ഞാൻ? ഞാൻ മുണ്ടെടുക്കുമ്പോൾ, ഞാൻ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഞാനായിരിക്കുമോ ഞാൻ അന്വേഷിക്കുന്ന ഞാൻ? ഞാൻ വിവാഹിതനാകുമ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആണോ ശരിക്കും ഞാൻ അന്വേഷിച്ച എന്നെ എനിക്ക് കിട്ടുക? ഓരോ പ്രവൃത്തിയും ഇൻ സെർച്ച് ഓഫ് സെൽഫ് നമ്മളെ അന്വേഷിക്കുകയാണെന്ന്. ഓരോ പ്രവൃത്തിയിലും നമ്മളെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം വ്യക്തമായ പാതയിലൂടെ കൊണ്ടുപോകുന്നത് കവികളാണ്. കാരണം അവർക്കറിയാം, ഈ വ്യാവഹാരിക പ്രപഞ്ചത്തിൽ, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മളെ അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർ അടുത്ത ഫേസിലോട്ട് കയറും, മനോമയ പ്രപഞ്ചത്തിലേക്ക് കയറും, അവിടെ അന്വേഷിക്കും. കാരണം ആ പ്രപഞ്ചം നേരെ ആയാലേ ഭൗതിക പ്രപഞ്ചത്തിലെ നമ്മുടെ പ്രവൃത്തി നേരെ ആവുള്ളൂ. അതാണ് ഇതിന്റെ രഹസ്യം. രണ്ട്, എന്തിനാണ് ഞാൻ? ഫിസിക്സിൽ ഒരു ലോ ഉണ്ട്, ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ പ്രവൃത്തിക്കും സമാനവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടാവും. ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് കർമ്മഫലം. നമ്മൾ ചെയ്യുന്നത് കർമ്മമാണ്, പറയുന്നത് കർമ്മമാണ്, ചിന്തിക്കുന്നത് കർമ്മമാണ്, നോട്ടം പോലും കർമ്മമാണ്. അപ്പൊ അതിനെല്ലാം എന്തുണ്ടാവും? ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കർമ്മഫലം എന്നാണ്. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഇതിന് മുൻപുണ്ടായ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കാൻ. ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. അതിരിക്കട്ടെ. കർമ്മത്തിന്റെ ഒരു സങ്കീർണത എന്താണ് എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ട് വരച്ചിട്ടിരിക്കുന്ന കവിത ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് വിക്രമാദിത്യ വേതാള കഥകളാണെന്നാണ്.
ഒന്ന് വായിച്ചു നോക്കുക. വിക്രമാദിത്യനും വേതാളവും, ആ വേതാളം പറയുന്ന ഓരോ കഥകളും, ആ കഥകൾക്ക് അവസാനം വേതാളം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വിക്രമാദിത്യൻ ചെന്നെത്തുന്ന വഴികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കർമ്മം എത്രമാത്രം സങ്കീർണമായ ഒരു കെട്ടുകൂടലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അഴിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനുള്ളിലെ കവിതയെ കണ്ടെത്താൻ സാധിച്ചാൽ അതാണ് വിജയം. കവിതയിൽ ഒരിക്കലും ഭൗതിക യുക്തി അന്വേഷിച്ച് പോവരുത്. വാസ്തവത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഭൗതിക യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് ഫലം തന്നേനെ. എനിക്കിപ്പം നാളെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ ഉപയോഗിക്കുന്ന ഭൗതിക യുക്തി അനുസരിച്ചാണെങ്കിൽ കൃത്യമായ സ്റ്റെപ്പുകൾ ഉണ്ടാവും. ആ സ്റ്റെപ്പുകൾ തീർത്ത് കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ ലക്ഷ്യത്തിൽ എത്ര പേര് എത്തിച്ചേരുന്നുണ്ട്. ഒരു പ്രതീക്ഷയിലും ഒരു ഭാവനയിലും വന്നാ വരട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് 99% ആളുകളോട് പോകുന്നത്. എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ്. ഭൗതിക യുക്തിക്കാണ് ജീവിതത്തിൽ ഞാൻ യുക്തി അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഹൈപ്പത്തറ്റിക്കലി, ഫിലോസോഫിക്കലി അത് തെറ്റാണ്. ഒരിക്കലും അത് പറ്റില്ല. യുക്തി വേറെയാണ്. അപ്പൊ ആ യുക്തിയുമായിട്ട് സംവദിക്കുന്നത് ഭാഷ ഏതാണോ, സാഹിത്യം ഏതാണോ, ശാസ്ത്രം ഏതാണോ അതുമായിട്ട് നിരന്തരം ഇടപെടുക. വൈലോപ്പിള്ളി കാക്കയെ പറ്റി പറയുമ്പോൾ കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതൊഴി എന്നാണ് പറയുക. കൂരിരുട്ടിന്റെ കിടാത്തി. കാക്ക ഇരുട്ടിന്റെ മകളാണ്. എന്തൊരു മണ്ടത്തര അല്ലേ. ഇരുട്ടൊരു വസ്തുവാണ്, അത് ഡാർക്ക് മാറ്റർ അല്ലേ, അതിന് മകളുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ യുക്തിയുടെ ഭാഷയിൽ ചോദിക്കുക. ആ യുക്തിയുടെ ഭാഷയിൽ സമീപിക്കേണ്ടതാണോ ആ കവിത? ഒരിക്കലുമല്ല. യുക്തിയുടെ സ്കെയില് വേറെ, മാനദണ്ഡം വേറെ, കവിതയുടെ മാനദണ്ഡം വേറെ. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു 10 കിലോയുടെ തൂക്കുകട്ടയാണ്. നമുക്ക് അളക്കേണ്ടത് എവിടെ നിന്ന് എറണാകുളത്തിനുള്ള എവിടെയാ, തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തിനുള്ള ദൂരമാണ്. തൂക്കുകട്ട കൊണ്ട് ദൂരം അളക്കാൻ പറ്റുമോ? സ്കെയില് വേറെയാ. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് തൂക്കുകട്ട കൊണ്ട് എറണാകുളത്തിനുള്ള ദൂരം അളക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവിടുന്ന് എറണാകുളത്തിന് ദൂരം ഇല്ല, അല്ലെങ്കിൽ എറണാകുളം എന്നൊരു സ്ഥലമില്ല എന്ന് ഞാൻ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതേപോലെയാണ് കാവ്യയുക്തിക്ക് അനുയോജ്യമായ ഒരു മാനദണ്ഡം കയ്യിലില്ലാതെ ആ യുക്തികളെ സമീപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ. ആ യുക്തി വേറെയാണ്, അതുമായിട്ട് സമ്മതിക്കണം. മഴ പെയ്യുന്ന ശബ്ദം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കവിതയുടെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇൻ സെർച്ച് ഓഫ് അസ് എന്നുള്ള ആ ഒരു നമ്മളെ തന്നെ തേടുന്നതായ ആ ഒരു കവിതയുടെ ഉദാഹരണം, ഏറ്റവും എന്നെ ആകർഷിച്ച ഉദാഹരണം സുഗതകുമാരി ടീച്ചറിന്റെ രാധ എവിടെ എന്നുള്ളൊരു കവിതയാണ്. നമ്മൾ വായിച്ചു നോക്കണം. എത്ര തവണ വായിച്ചിട്ടുണ്ടെന്നുള്ളതിനെ പറ്റിയൊരു എണ്ണമില്ല. പഠനിക്കട്ടെ, അത് വേറൊരു സന്ദർഭത്തിൽ വേറെ നല്ല ആരെ കൊണ്ടെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊരു വിഷയമാണ് സുഗതകുമാരി ടീച്ചറിന്റെ രാധ എവിടെ എന്നുള്ള കവിത. ഇരിക്കട്ടെ. ONV കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്. ആ കവിതയില് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു മുത്തശ്ശിയുടെ മടിയിൽ കൊച്ചുമാൻ കിടന്നുറങ്ങുക. പെട്ടെന്നൊരു ശബ്ദം, വീടിന്റെ മുകളിൽ എന്തോ വന്ന് വീഴുന്ന ശബ്ദം കേട്ടു. അവ എന്താ മുത്തശ്ശി ഈ ശബ്ദം എന്ന് ചോദിച്ചു. കൊച്ചുമാൻ ചോദിച്ചു. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ദൂരെ ദൂരെ കുന്നുകൾക്കും മലകൾക്കും ഒക്കെ അപ്പുറത്ത് ഒരു ആകാശ കൊട്ടാരമുണ്ട്. ആ ആകാശ കൊട്ടാരത്തിൽ അതിസുന്ദരിയായ ഒരു യുവതിയുണ്ട്, ഒരു രാജകുമാരി. ആ രാജകുമാരിയെ ഒരു 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 വലിയൊരു രാക്ഷസൻ കട്ടോണ്ടുപോയി. മേഘങ്ങൾ പോലെ ഇരുണ്ട് വലിയ ഭീമാകാരനായിട്ടുള്ള രാക്ഷസൻ കട്ടുകൊണ്ടുപോയി. അപ്പൊ ഇവളുടെ ശബ്ദം കേട്ടിട്ട് രാജകുമാരൻ ഓടി വന്നു. രാജകുമാരൻ ഒരു വെള്ളിത്തേരിൽ കയറി അവളുടെ പിന്നാലെ പാഞ്ഞു. രാക്ഷസൻ അവന്റെ തേരിലാണ് കൊണ്ടുപോകുന്നത്. രാജകുമാരൻ പിന്നാലെ പാഞ്ഞു. രാജകുമാരൻ തന്റെ തേരിൽ നിന്നുകൊണ്ട് തന്റെ വില്ലെടുത്ത് അമ്പെടുത്ത് തുരുതുരാ രാക്ഷസന്റെ നേരെ അമ്പ് ചെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ട് രാക്ഷസനും തിരിച്ചമ്പ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ രണ്ടുപേരുടെയും അമ്പുകൾ ആകാശത്തിൽ വെച്ച് കൂട്ടിമുട്ടി. വട്ടവട്ടേന്ന് ശബ്ദം ഉണ്ടായി, വലിയ ശബ്ദം ഉണ്ടായി. ആ കൂട്ടിമുട്ടി ആ അമ്പുകളൊക്കെ ചിന്നി ചെതറി അത് നമ്മുടെ പുരപ്പുറത്ത് വന്ന് വീഴുന്ന ശബ്ദമാണ് എൻ്റെ കുട്ടായി കേൾക്കണത് എന്നാണ്. എന്തിന്റെ ശബ്ദമാണ്? മഴ പെയ്യുന്ന ശബ്ദമാണ്. അപ്പൊ ആ മുത്തശ്ശിക്ക് പറയായിരുന്നു, കുട്ടാ അത് മഴ പെയ്യണതാണ് എന്ന് പറയാമായിരുന്നു.
എന്താ മുത്തശ്ശി അത് പറയാതെ ഇങ്ങനെ ഒരു അസത്യമായ നുണക്കഥയുണ്ടാക്കി ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെതായ പൂർണ്ണമായ ഉത്തരവാദിത്തം മുത്തശ്ശിക്കാണ് എന്നാണ് നമ്മുടെ ആധുനിക യുക്തിചിന്തകന്മാർ പറയുക. പക്ഷെ ആ മുത്തശ്ശി ആ കഥ പറയുന്ന അത്രയും നേരം ആ കുട്ടി ഉണ്ടാക്കിയെടുത്ത അവൻ്റെ ഒരു കാവ്യലോകം, അവൻ്റെ ഒരു ഭാവനാ ലോകമുണ്ട്. ആ ഭാവനാ ലോകത്തിന്റെ പ്രയോജനം അവൻ മരിക്കുന്നത് വരെ, ഒരുപക്ഷെ മരണത്തിനും അപ്പുറം അവനുണ്ടാവും. അവന്റെ ഭാഷയിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ വർത്തമാനത്തിൽ, അവന്റെ കർമ്മങ്ങളിൽ ഒക്കെ ഈ ഭാവനാലോകം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അത് ചെയ്യാൻ ശേഷിയുള്ള ഒന്ന് ദർശനമെന്ന് വിളിപ്പേരുള്ള കവിതയ്ക്ക് മാത്രമാണ്. കൊണ്ട് കവിതയിലൂടെയുള്ള സഞ്ചാരത്തിന് ആരെങ്കിലുമൊക്കെ പ്രേരിപ്പിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന് മാത്രം ഉണർത്തിച്ചുകൊണ്ട് ഈ ഒരു സമയം ഇത്രയും നേരം വിനിയോഗിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വീണ്ടും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ. സാർ നേരത്തെ പറഞ്ഞല്ലോ കവിതയും ദർശനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നുകൂടി പറയാമോ സാർ? വ്യത്യാസം ഇല്ല എന്നാണ് പറഞ്ഞത്. കവിതയും ദർശനവും തമ്മിൽ യാതൊരു വ്യത്യാസവും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ദർശനം തന്നെയാണ് കവിത, കവിത തന്നെയാണ് ദർശനം. ദർശനം എന്നുള്ളത് സാധാരണ മാംസളങ്ങളായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് ഒരാൾ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം കാണുന്ന ഒന്നാണ് ദർശനം. ആ കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് കവിതയും ആവുകയുള്ളൂ. അതുകൊണ്ട് ഋഷിയും കവിയും തമ്മിൽ വ്യത്യാസമില്ല. ഋഷി തന്നെയാണ് കവി, കവി തന്നെയാണ് ഋഷി. അതുകൊണ്ട് കവിതയും ദർശനവും രണ്ടായിട്ട് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ സാർ, ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ അന്വേഷിച്ചെടുക്കുന്നത് എന്താണ് കവിത. കുറെ വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വളരെ ഇങ്ങനെ എഴുതുന്നതാണോ കവിത. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം എന്റെ മനസ്സിൽ കുറെ നാളായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇന്നാണ് അത് ക്ലിയർ ആയത്. സാർ പിന്നെ അപ്പൊ നമ്മൾ ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനെയുള്ളവരൊക്കെ കവികളായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പൊ എനിക്ക്. ചുള്ളിക്കാട്ടിലെ മനോഹരങ്ങളായ കവിതകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കവിത പദ്യത്തില് വൃത്തനിബദ്ധമായിട്ട് തന്നെ എഴുതണം നിർബന്ധമില്ല. വൃത്തനിബദ്ധമായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് മനോഹാരിത കൂടും. കാരണം അതിന് ജീവിതത്തിൻ്റെതായ ഒരു താളം കണ്ടെത്തലുണ്ട്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു താളമുണ്ട്. താളം പ്രണവത്തിന്റെ താളമാണെന്ന് പറയും കവികൾ. ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. പതിയെ വെയിൽ വന്ന് ഉച്ചയാകുമ്പോഴേക്കും വെയിൽ അതിന്റെ ഉച്ചസ്ഥായിലെത്തി പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് സന്ധ്യ വീണ്ടും കുറയും. മഴ പെയ്യുന്നതും അങ്ങനെയാണ്. പതിയെ തുടങ്ങി ഉച്ചസ്ഥായിയിലെത്തി പതിയെ കുറഞ്ഞ് ഇല്ലാതെയാവും. ഇതൊരു പ്രണവം ജപിക്കുന്നത് പോലെയാണെന്ന് പറയും. ലോകത്തിന്റെ മുഴുവൻ താളം ഇതാ. അപ്പൊ താളവുമായിട്ട്, താളത്തിന്റെ വികാരഭേദങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് താളനിബദ്ധമായിട്ട് പല വൃത്തങ്ങളിൽ പണ്ടുള്ളവർ കവിത എഴുതിക്കൊണ്ടിരുന്നത്. അതാ താളത്തെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പം താളനിബദ്ധമല്ല, വൃത്തത്തിലല്ല എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ആ നോവൽ മുഴുവൻ കവിതയാണ്. കവിത പോലത്തെ കവിതയായ ഭാഷയാണ്. ഇത് പദ്യമല്ല ഗദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. പദ്യമല്ല എന്ന് പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാലേ ചുള്ളിക്കാടിന്റെയും വളരെ മനോഹരങ്ങളായിട്ടുള്ള വരികളുണ്ട്. ആ വരികളിലൊക്കെ കവിതയുണ്ട്. നമുക്കറിയാൻ പറ്റും ബലം പിടിച്ചെഴുതിയത് എവിടെയാണ്, സ്വതവേ വന്നത്, സ്വാഭാവികമായിട്ട് വന്നത് എവിടെയാണ് എന്നുള്ളത് കവിതയെ നിരന്തരം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഗദ്യകവിതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് അയ്യപ്പ പണിക്കരുടേത്. അയ്യപ്പ പണിക്കരുടെ തുടക്കം മുതൽ തുടക്കത്തിലുള്ള കവിതകളും അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ കവിതകളും വായിച്ചു കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിലെ കവി ഉണർന്നത് അദ്ദേഹത്തിന്റെ അവസാന കാലത്താണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് കവികളെ ആരൊക്കെ കവികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെയാണ്. സമ്പന്നരാണ് നമ്മൾ ആ കാര്യത്തിൽ. സാറ് ഞാനിപ്പോ നേരത്തെ ചോദിച്ചല്ലോ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിന് കവിതയായിട്ട് പരിഗണിക്കാൻ പറ്റുമോ. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയി. അത് നമ്മള് അളക്കണ തൂക്കം ഇട്ടാകൊണ്ട് അദ്ദേഹത്തെ അളക്കാൻ പറ്റില്ല. അപ്പൊ അതും കൂടി ക്ലിയർ ആയി. താങ്ക് യു സാർ. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണിത്. വളരെ സങ്കീർണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം. കർമ്മം മനുഷ്യനെ എങ്ങനെയൊക്കെ ആക്കി തീർക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ കാണുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാൾ ഏതവസ്ഥയിലായിരിക്കും, അയാള്
ഏത് തരത്തിലുള്ള സ്വഭാവം ഉള്ളവരായിരിക്കും എന്നുള്ളതെല്ലാം അതിന് ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടാവും. അതിന് കാരണം അതിൻ്റെ കർമ്മമാണ്. പക്ഷെ അതിനും അപ്പുറത്ത് അയാളിലെ കവി ജീവിച്ചിരിക്കുന്നുണ്ടാവും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷെ യഥാർത്ഥ മനുഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ കവിയായിരിക്കും. കുടിയൻ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കോണിലേ ഉണ്ടാവുള്ളൂ.